ഫൈനലി ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഫ്രീഡം സെയിൽ ലൈവ് ആയിട്ടുണ്ട്. പറയത്തക്കവണ്ണം ഓഫേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളൊരു ആൻസറാണ് ആദ്യമേ എടുത്ത് പറയേണ്ടത്. കാരണം ഗോഡ് സെയിൽ, ഇതിന് മുന്നേ നടന്ന ഗോഡ് സെയിൽ ഇതിനേക്കാളും ലാഭകരമായിട്ടായിരുന്നു പല പ്രോഡക്റ്റുകളും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ലാഭവുമില്ല. ഇനി ആകെ ഉള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സ് ആണ്. ഇനി ഒരു മാസത്തിനകത്ത് മിക്കവാറും, അതായത് സെപ്റ്റംബർ അവസാനമോ അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കിലോ നമുക്ക് ബിഗ് ബില്യൺ ഡേയ്സ് ഫ്ലിപ്കാർട്ടിൽ കാണാം, ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആമസോണിലും കാണാം. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രീഡം സെയിലിൽ ഇയർബഡ്സുകളുടെ ഓഫേഴ്സ് എന്തൊക്കെയാണ്. ഞാൻ എല്ലാ ബ്രാൻഡുകളും അങ്ങോട്ട് പറയത്തില്ല, അതുപോലെ തന്നെ എല്ലാ മോഡൽസും ആ ബ്രാൻഡുകളിൽ പറയത്തില്ല. സോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രാൻഡ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോഡൽസ് ഞാൻ പറയാത്തതുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻ്റ് ആയിട്ട് ഇട്ടോളൂ. എനിക്കറിയാമെങ്കിൽ ഉറപ്പായിട്ടും അതിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഓഫർ വീഡിയോസിനും ടെക് അപ്ഡേറ്റ്സിനും ഗാഡ്ജറ്റ്സ് അൺബോക്സിങ്ങിനും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ഡീപ് സ്റ്റോറിൽ വന്നോളൂ, അവിടെ നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച്. പിന്നെ അവിടെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി കേസ് കവേഴ്സ് ഉണ്ട്, വാച്ച് സ്ട്രാപ്പുകളുണ്ട്, ഫസ്റ്റ് കോപ്പി വാച്ചസ് അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ നമ്മൾ പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ ഇരിക്കുന്ന ഡൈ കാസ്റ്റ് മെറ്റൽ കാസുകളാണ്, പല സ്കെയിലിലുള്ളതുണ്ട്, അതേപോലെ തന്നെ പല പ്രൈസ് റേഞ്ചിലുള്ളതുണ്ട്. സോ എല്ലാത്തിനും ഇപ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഡീപ് സ്റ്റോറിൽ. അപ്പോൾ ആദ്യം നമ്മുടെ ബോട്ടിലേക്ക് ഇടുകയാണെങ്കിൽ ദേ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കുക ബോട്ട് നിർവാണ അയോൺ ആണ്. 120 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം, പിന്നെ നമ്മുടെ ഹൈഫൈ DSP ചിപ്സെറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. സോ ബേസ് നല്ല ഡോമിനേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും 1500 രൂപയ്ക്കുള്ളിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മുടെ നിർവാണ അയോൺ എന്നുള്ളതിൽ വേറൊരു സംശയമല്ല. ഇതിന് ശേഷം മാത്രമേ നമ്മുടെ റിയൽമി ബഡ്സ് T200 ലൈറ്റ് ഒക്കെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകുന്നതിൽ ഒരു പ്രശ്നമില്ല. ഉത്സവ പറമ്പിൽ നമ്മളിരുന്ന് പാട്ട് കേൾക്കുന്ന പോലാണ് ആ ഒരു ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് ഒക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഫീൽ കേട്ടാ. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ 111 V2 ആണ്. 1299 ആണ് അതിൻ്റെ നോർമൽ റേറ്റ്. പക്ഷേ ഇപ്പോൾ നമുക്ക് 1199, ജസ്റ്റ് ഒരു 100 രൂപ വ്യത്യാസത്തിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ഒരു ലെതർ ഫിനിഷ്ഡ് കേസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇത് മേടിക്കുക, അല്ലാണ്ട് വലിയ വ്യത്യാസമൊന്നും മറ്റുള്ള പ്രോഡക്റ്റുകൾ തമ്മിലൊന്നും ഇല്ല കേട്ടോ. ഇനി മറ്റൊരു പ്രോഡക്റ്റ് 161, ഇത് ആക്ച്വലി രണ്ടാമത്തെ അവരുടെ പ്രോഡക്റ്റ് ആണ്. അതായത് ആദ്യം ഇറങ്ങിയ 161 എന്നുള്ളത് ഇപ്പോൾ അതിൻ്റെ പേര് 161 or 163. കാരണം ഈ 163 ഓഫ്ലൈനിൽ അവർ വിൽക്കുന്നതായിരുന്നു, എന്നാൽ 16 എന്ന് പറയുന്നത് നമ്മുടെ ഓൺലൈനിൽ വിൽക്കുന്നത്. അതിപ്പോൾ ഒരുമിച്ചാക്കിയിട്ട് 161 or 163 എന്നാക്കി. ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് 161 എന്ന് മാത്രമാക്കി. ഇവിടെ 50 hours ആണ്, മറ്റിടത്ത് പോകുമ്പോഴത്തേക്ക് അത് 40 hours ആണ്. പിന്നെ ഇവിടെ 50 ms ലോ ലേറ്റൻസി മോഡ് ഉണ്ട്, അവിടെ ലോ ലേറ്റൻസി മോഡ് ഇല്ല. പക്ഷേ വെയറിംഗ് കംഫർട്ട് എനിക്ക് ഇതിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് 161 or 161.3 ഇതാണ്ടോ. അതും 799 രൂപ തന്നെയാണ്, ഇതും 799 രൂപ തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം മൈക്ക് ക്വാളിറ്റി വേണം, അതേപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റി വേണം, കൂടാതെ ലോ ലേറ്റൻസി മോഡൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 161ൻ്റെ പുതിയ മോഡൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 161 ANC എലൈറ്റ്. ഇതൊരു കുറച്ച് പഴയ പ്രോഡക്റ്റ് ആണ്, എന്നാൽ പോലും ഇതിൽ മൈക്ക് ക്വാളിറ്റി അത്യാവശ്യം നല്ലതാണ്. വില പക്ഷേ 1399, 1499 നോർമൽ റേറ്റ്. വില കുറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു 100 രൂപ മാത്രമാണ് ഇതിൽ കുറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എയർഡോപ്സ് പ്രൈം 412 ആണ്. 999 രൂപയ്ക്കാണ് ഇപ്പോൾ കാണാൻ സാധിക്കുക. അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉണ്ട്, 4.1 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്, 50 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം ഒക്കെ ഉണ്ട്, അതേപോലെ തന്നെ ബീസ്റ്റ് മോഡ് ഉണ്ട്, ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ്, മൾട്ടി ഡിവൈസ് കണക്ടിവിറ്റി ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. 999 രൂപ തന്നെയാണ് ഇതിൻ്റെ ആക്ച്വലി നോർമൽ റേറ്റും. എന്നാൽ 1000 രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു ഡീലാണ് ഈ ഒരു എയർഡോപ്സ് പ്രൈം 412. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെയും അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടുള്ളൂ കേട്ടോ. കൂടാതെ എയർഡോപ്സ് 181 Pro 1399 രൂപയാണ് നോർമൽ റേറ്റ്. നമുക്കിപ്പോൾ 1000 രൂപയ്ക്കകത്ത് 999 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രോഡക്റ്റ് നമ്മുടെ എയർഡോപ്സ് സുപ്രീം ആണ്. ആക്ച്വലി ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളറിന് 1199 എന്നാൽ ഈ ഒരു ബ്ലൂ കളറിന് നമുക്ക് 999 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. ബ്ലൂ അതുപോലെ തന്നെ വേറെ ഏതോ ഒരു കളറും കൂടി ഉണ്ട്, എന്നാലും 2 കളറാണ്. കണ്ടോ, ഈ ഒരു ഗ്രീൻ കളറും കൂടെയാണ് 999 മേടിക്കാൻ സാധിക്കുക. അത്യാവശ്യം നല്ല ഡീലാണ് ആക്ച്വലി 1000 രൂപയ്ക്ക് എയർഡോപ്സ് സുപ്രീം. ഇൻ ഇയർ ഡിറ്റക്ഷൻ, ഡ്യുവൽ ഡിവൈസ് കണക്ടിവിറ്റി, കൂടാതെ
50 hours ടോട്ടൽ പ്ലേ ടൈമൊക്കെയാണ് ഇതിൽ എടുത്ത് പറയേണ്ട സവിശേഷത എന്ന് പറയുന്നത്. ഇന്നിയർ ഡിറ്റക്ഷൻ ഉള്ളൊരു പ്രോഡക്റ്റ് 1000 രൂപയ്ക്ക് കിട്ടുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കിയേ. എന്തായാലും അത് ബോട്ടിന് മാത്രമേ സാധിക്കത്തുള്ളൂ. പിന്നെ ഇതിൽ ചെറിയൊരു ബസ്സിങ് സൗണ്ട് ഉണ്ട് കേട്ടോ, പക്ഷെ അത് കുറച്ച് നാൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് യൂസ്ഡ് ആവും. പിന്നെ ചിലർക്ക് വെയറിംഗ് കംഫർട്ട് ഇഷ്യൂവും പറയുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ചെറിയ ചെവികളുള്ളവർക്കാണ് ആ ഒരു പ്രശ്നം. അതർവൈസ് എനിക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ ചിലരത് പറയുന്നുണ്ട് കേട്ടോ. ഇത് ഓൾറെഡി നമ്മുടെ ചാനലിൽ അൺബോക്സിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എയർഡ്രോപ്സ് 219 ആണ്. ഇതും അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ട്, 1099. ഇത് ആക്ച്വലി ഈ സെയിം റേറ്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ എന്തായാലും മേടിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മുടെ ചാനൽ ഇതിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ കാണുകയും ചെയ്യും കേട്ടോ. കൂടാതെ നിങ്ങൾക്കൊരു ഹാഫ് ഇന്നിയർ TWS ഉണ്ടെങ്കിൽ എയർഡ്രോപ്സ് ആൽഫയിലേക്ക് പോകുന്നതിൽ തെറ്റില്ല. 799 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. 1099 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു എയർഡ്രോപ്സ് ആൽഫ എന്നൊക്കെ പറയുന്നത് കുറേ നാൾ 899 അല്ലെങ്കിൽ 900 രൂപയ്ക്ക് അകത്ത് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. ഇപ്പോൾ പ്രൈസ് ഹൈക്കിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ 1000-ന് മുകളിൽ പോയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് മറ്റൊരു ഹാഫ് ഇന്നിയർ TWS എയർഡ്രോപ്സ് 131 Gen 2. 70 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈമാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഓൾറെഡി നമ്മുടെ ചാനലിൽ 131 അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അൺബോക്സ് ചെയ്തൊരു ഇയർബഡ് ഏതെന്ന് വെച്ചാൽ ഈ ഒരു 131 ആയിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു 131 Gen 2 ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നോർമലി 1099 ആണ്. പക്ഷേ ഇപ്പോൾ 799 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും കേട്ടോ. കൂടാതെ മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എയർഡ്രോപ്സ് 800 ആണ്. ഹൈറസ് ഓഡിയോ ഒക്കെ ഉള്ളൊരു പ്രോഡക്റ്റ് ആണ്. എന്നാൽ 1699 രൂപയാണ് അതിൻ്റെ നോർമൽ റേറ്റ്. സോ 1500 രൂപയ്ക്കുള്ളിൽ വരുന്നെങ്കിൽ വാങ്ങിച്ചാൽ മതി. അതർവൈസ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഇനി റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീലുകളുള്ള പ്രോഡക്റ്റുകൾക്ക് ഇവിടെ വില കുറച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ആ ഒരു നഗ്ന സത്യം. അതായത് നമ്മുടെ T200 ലൈറ്റ് എന്ന് പറയുന്നത് 1499. ആ സെയിം റേറ്റിന് തന്നെയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുക. T200X 1599. സത്യം പറഞ്ഞാൽ T200Xന്റെ വില കുറച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ T200 ലൈറ്റ് ഒരു 1199 വരേണ്ടതായിരുന്നു. കൂടാതെ T110 അതെന്തായാലും കഴിഞ്ഞ ദിവസം വരെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 1499 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കത് 1199 മേടിക്കാം. T200 ലൈറ്റ് ആണ് ഏറ്റവും നല്ലത്. ഈ ഒരു T110 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് T110 ഒരു 999 കിട്ടേണ്ട പ്രോഡക്റ്റുമാണ്. സോ മേടിക്കണമോ വേണ്ടയോ എന്നുള്ളത് ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. കൂടാതെ T200 അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണ്. ഹൈറസ് ഓഡിയോ കോഡൊക്കെ ഉള്ളൊരു പ്രോഡക്റ്റ് ആണ്. 32 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. LDAC കോഡൊക്കെ ഉണ്ട്. അതാണ് ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷത. കൂടാതെ റിയൽമി ബഡ്സ് T200 LDAC കോഡൊക്കെ ഉള്ളൊരു പ്രോഡക്റ്റ് ആണ്. റിയൽമിയുടെ 2000 രൂപയ്ക്കുള്ളിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റുമാണ്. 1699 അവരുടെ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 1999 ആണ്. ഇത് 1700 വാങ്ങിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ 1500 വരേണ്ട പ്രോഡക്റ്റുകളാണ് കേട്ടോ ഈ ഒരു ഓഫർ സമയത്ത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അൺഫോർച്ചുനേറ്റ്ലി 1699 നമുക്ക് മേടിക്കാൻ സാധിക്കത്തുള്ളൂ. കുഴപ്പമില്ല, 1700 രൂപയ്ക്ക് LDAC കോഡൊക്കെ ഉള്ളൊരു റിയൽമിയുടെ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നല്ല ഡീൽ എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. ഇതിൻ്റെയൊക്കെ കേസ് കവർ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ റിയൽമി ബഡ്സ് T500 Pro 2599 രൂപയ്ക്കാണിത് സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ വന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോർമൽ റേറ്റ് 2799 ആയി. വീണ്ടും ആ ഒരു പ്രൈസ് ഹൈക്കിലൂടെ 2099 വന്നായിരുന്നു. ഓക്കെ, 2999 കുഴപ്പമില്ല എന്ന് പറയാം. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 3199 രൂപ. 3200 രൂപയ്ക്ക് ഇതിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ ഓക്കെ, LDAC LHTC 5.0 ആണ്. കൂടാതെ ബ്ലൂടൂത്ത് വെർഷൻ 6.1 ആണ്. ട്രിപ്പിൾ ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്. പക്ഷേ നിങ്ങൾ ഇത് മേടിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് 2999 ഇതേ നമ്മുടെ Air 7 മേടിക്കുന്നതാണ്. കാരണം ബ്ലൂടൂത്ത് വെർഷൻ 6.1 ഒന്നും ഇല്ല, അല്ലെങ്കിൽ ട്രിപ്പിൾ ഡിവൈസ് കണക്ടിവിറ്റി ഒന്നും ഇല്ലാന്നേ ഉള്ളൂ. ബാക്കിയല്ല, ഇപ്പോൾ LHTC 5.0 തന്നെയാണ് ഇവിടെ ഉള്ളത്. കൂടാതെ എന്താ പറയുക, മൈ ക്വാളിറ്റി T500-നേക്കാളും നല്ല ബെറ്ററാണ് Air 7. സോ Air 7 3000 രൂപയ്ക്ക് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ T500 Pro-നെക്കാളും കേട്ടോ. കൂടാതെ മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ T310 കാണാനില്ലല്ലോ. റിയൽമി ബഡ്സ് T310 അതാ നടക്കുന്നത് 2199 ഇപ്പോൾ, അല്ലെങ്കിൽ 2299 കുറച്ച് നാളായിട്ട് എൻ്റെ നോർമൽ റേറ്റ്. പക്ഷേ ഇപ്പോൾ 1899 വന്നിട്ടുണ്ട്. 1699 വരെ ഈ ഒരു പ്രോഡക്റ്റ് ഓഫറിൽ വന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. എന്തായാലും 1899 ഇപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും വില കൂടിയതുകൊണ്ട് തന്നെ ഇതിനും വില കൂടി. സോ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് 2000 രൂപയ്ക്ക് അകത്തുള്ളിൽ 1899 നമ്മുടെ റിയൽമി ബഡ്സ് T310 വാങ്ങിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഗോ ബോൾട്ടിലേക്ക് വിടുവാണെങ്കിൽ നമ്മുടെ C40 കണ്ടോ 999. ഇത് തന്നെയാണ് ആക്ച്വലി നോർമൽ റേറ്റിൽ ഇപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസവും. കൂടാതെ ഓസ്ട്രേ ആണെങ്കിലും 1099 കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് വാങ്ങിക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ടെനറ്റ് പ്രോ കണ്ടോ 1799, അതായത് വില കുറഞ്ഞിട്ടില്ല. ഇതിന്റെ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ 1499 ആയിരുന്നു. എന്നാൽ
നോർമൽ റേറ്റ് 1799 മാറിയതാണ്. പക്ഷേ ഞാൻ ഈ ഒരു ഓഫർ സമയത്ത് 1499 എത്തുമെന്നായിരുന്നു വിചാരിച്ചത്. ഞാൻ ആക്ച്വലി 1500 രൂപയ്ക്ക് ഫ്രീഡം സെയിലിൽ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ കുറേ കൂട്ടുകാർ വീണ്ടും ഇതിൻ്റെ അൺബോക്സിംഗ് വേണമെന്ന് നിർബന്ധിച്ചതുകൊണ്ട് തന്നെ 1799 തന്നെ ഞാൻ മേടിച്ചിട്ടുണ്ട്. സാധനം ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട്, പക്ഷേ വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷേ ഉടനെ തന്നെ ഇടും. എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിക്ക് ഞാൻ പറയുന്നത് കുറച്ചൊരു മോണോ ഔട്ട്പുട്ട് ഡോമിനേറ്റഡ് ആണ്. ടെനറ്റിനേക്കാളും പക്ഷേ ബെറ്റർ ആണ് നമ്മുടെ ടെനറ്റ് പ്രോ കേട്ടോ. അത് മാത്രമേ ആകുള്ളൂ. പിന്നെ ഇതിനകത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, ആ ഒരു കാര്യം കൂടി ഉണ്ട്. പിന്നെ നമ്മുടെ C40 Pro അതിനും വില കുറഞ്ഞിട്ടില്ല, 1499 രൂപ തന്നെയാണ് നോർമൽ റേറ്റ്. ഇത് ആക്ച്വലി എനിക്ക് വാങ്ങിച്ച് അൺബോക്സ് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു പ്രോഡക്റ്റാണ്. കാരണം ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ നല്ലതാണ്. ഇവരുടെ പ്രോ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മ്യൂസിക് ക്വാളിറ്റി, കൂടാതെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ല രസമായിരുന്നു. സോ ഉറപ്പായിട്ടും C40 Proയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ നിങ്ങൾ കാണും കേട്ടോ. പിന്നെ മസ്താങ് ടോർക്ക് 1499. ഇത് ആക്ച്വലി ഒരു 1299 കിട്ടേണ്ടതാണ്. 1499 നോർമലി ഓഫർ സമയങ്ങളിൽ കാണാൻ സാധിക്കുന്ന റേറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ മസ്താങ് ഡൈനോ നല്ല പ്രോഡക്റ്റാണ്. ബേസ് കുറച്ച് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഈ ഒരു ഡൈനോ എന്ന് പറയുന്നത്. 1299 അതിൻ്റെ നോർമൽ റേറ്റ്. എന്നാൽ ഇപ്പോൾ നമുക്കത് 1199 മേടിക്കാൻ സാധിക്കും. ബിൽഡ് ക്വാളിറ്റിയിലാണ് ചെറിയൊരു പ്രശ്നം ഈ ഒരു ഡൈനോയിൽ. എന്നാൽ ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ബിൽഡ് നല്ല രസമാണ് കേട്ടോ. ഡൈനോ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. പക്ഷേ മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ബേസ് നല്ല ഡോമിനേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഡൈനോയിലാണ് ടോർക്കിനേക്കാളും. പിന്നെ ടെനറ്റ് കണ്ടോ, 1499 ആയിരുന്നു നോർമൽ റേറ്റ്. പക്ഷേ ഈ ഒരു ടെനറ്റ് പ്രോ വന്നതിന് ശേഷം അത് 1299 എന്നുള്ളൊരു നോർമൽ റേറ്റിലേക്ക് വന്നു. ആ സെയിം റേറ്റിന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു 1099, 999 ഇതിന് കിട്ടുന്നെങ്കിൽ നല്ല ഡീലാണെന്ന് പറയാൻ കേട്ടോ നമ്മുടെ ടെനറ്റ്. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബോൾട്ട് W40 1099 നോർമൽ റേറ്റ്. പക്ഷേ ഇപ്പോൾ നമുക്ക് 999 ബ്ലൂ കാണാം. പക്ഷേ ബ്ലാക്കിന് വില കൂടിയിട്ടുണ്ട്, 1199 സംതിങ് ആണ് കേട്ടോ. W40 നല്ല പ്രോഡക്റ്റാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ് ആക്ച്വലി W40. ഓൾറെഡി നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഓപ്പോയിലേക്ക് വരണമെങ്കിൽ ഭയങ്കര രീതിക്കൊന്നും തന്നെ ഇവിടെ ഓഫർ കാണാനില്ല കേട്ടോ. ഓപ്പോ എൻകോ എയർ 5 3199 സാധനം ഒരു 100 രൂപ പറഞ്ഞിട്ട് 3099 കാണാം. ഓപ്പോ എൻകോ ബഡ്സ് 3 1599 തന്നെയാണ് ഇതിൻ്റെ നോർമൽ റേറ്റ് ഇപ്പോൾ കാണാൻ സാധിക്കുക. ആ സെയിം സാധനം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. 1699 സംതിങ് എപ്പോഴൊക്കെയോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ വില 1599 രൂപ തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ഓപ്പോ, വിവോ എന്നിങ്ങനെയുള്ള മൊബൈൽ ഫോണുകളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എൻകോ ബഡ്സ് 3 Pro നല്ലൊരു പ്രോഡക്റ്റാണ്. ബിൽഡ് ക്വാളിറ്റി നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കേസ് കവർ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള കേസ് കവർ തന്നെയാണ് ഇതിൻ്റെ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യട്ടെ ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടി. എന്തായാലും കേസ് കവർ മറ്റുള്ള ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ച് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. കാരണം ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നമ്മളും ഉണ്ട് കേട്ടോ. പക്ഷേ അവിടെ നമ്മൾ കൊടുക്കുന്നതിനേക്കാളും കാശ് കുറച്ചാണ് നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ സ്റ്റോറിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകളൊക്കെ തന്നെ തരുന്നത് കേട്ടോ. ഇനി അടുത്ത നമ്മുടെ CMFൻ്റെ പ്രോഡക്റ്റുകൾ നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ കാണാൻ സാധിക്കുക CMF by Nothing Buds 2A. ഈ ഒരു CMF by Nothing Buds ഇറങ്ങിയത് 1799 ആയിരുന്നു. അല്ലെങ്കിൽ ഓഫർ സമയങ്ങളിൽ നമുക്ക് ആ റേറ്റിനാണ് കാണാൻ സാധിച്ചിരുന്നത്. എന്നാൽ ബഡ്സ് 2A ഇറങ്ങിയതിന് ശേഷം നമ്മുടെ CMF by Nothing Budsൻ്റെ വില അങ്ങോട്ട് കൂട്ടി 2199 മാറ്റി. ബഡ്സ് 2A ആണ് നമുക്ക് ആ ഒരു CMF ബഡ്സ് കിട്ടിയതിൻ്റെ ആ ഒരു റേറ്റ് കിട്ടുന്നത്. ഇപ്പോൾ 1899 മേടിക്കാൻ സാധിക്കും. 2099 അല്ലെങ്കിൽ 1999 സംതിങ് ആയിരുന്നു ഇതിൻ്റെ നോർമൽ റേറ്റ് കിട്ടുന്നത്. എനിക്ക് പേഴ്സണലി ഉപയോഗിച്ചിടത്തോളം 2A-നേക്കാളും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ CMF by Nothing Buds തന്നെയാണ് കേട്ടോ. സോ നിങ്ങളത് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അതല്ല 2500 പോവുകയാണെങ്കിൽ ബഡ്സ് 2 അടിപൊളി പ്രോഡക്റ്റാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ്. 2500 നിങ്ങൾ ആര് ചോദിച്ചാലും ഞാൻ ഉറപ്പായിട്ടും ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ CMF by Nothing Buds 2 ആയിരിക്കും. അതിൽ വേറൊരു സംശയമില്ല. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് 2299 ബിഗ് ബില്യൺ ഡേയ്സിൽ, കഴിഞ്ഞ ബിഗ് ബില്യൺ ഡേയ്സിലോ ദിവാലി സെയിലോ ഇത് 1999 വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചേക്കേ. അതിപ്പോൾ നമുക്ക് കിട്ടണമെങ്കിൽ ഓഫർ സമയങ്ങളിൽ 2499 നോർമൽ സമയത്തിൽ 2599 ആയിട്ടുണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു 2599 അവരുടെ ബഡ്സ് 2+ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നത് 2899 കൊടുക്കണം. പക്ഷേ ഇതിൻ്റെ നോർമൽ റേറ്റ് 3199 ആണ്. ഇതിപ്പോൾ എന്തായാലും വില കുറഞ്ഞിട്ടുണ്ട്. ഈ ബഡ്സ് 2+ഉം 2ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇതിൻ്റെ കമ്പാരിസൺ ചെയ്തിട്ടുണ്ട്. സോ അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഡ്സ് 2 ആണ് ഏറ്റവും നല്ലതെന്നുള്ളത്. സോ നിങ്ങൾ 2899 കൊടുത്തിട്ട് ബഡ്സ് 2+ മേടിക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാളും നല്ലത് 2500 രൂപയ്ക്ക് നമ്മുടെ ബഡ്സ് മേടിക്കുന്നതാണ്. കാരണം വെറുതെ എന്തിന് 400 രൂപ എക്സ്ട്രാ കൊടുക്കുന്നത് എന്നുള്ളത് ചിന്തിക്കണം കേട്ടോ. പിന്നെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ CMF by Nothing Buds Pro ആണ്. മൈക്ക് ക്വാളിറ്റി അത്യാവശ്യം നല്ലൊരു ഉള്ളൊരു പ്രോഡക്റ്റാണ് ഈ ഒരു CMF by Nothing Buds Pro എന്ന് പറയുന്നത്.
ഇത് 2499 കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 2999 നോർമൽ റേറ്റ്, 2799 ഇപ്പോഴത്തെ ഓഫർ റേറ്റിലും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഉള്ള പ്രോഡക്റ്റ് നത്തിങ് ബട്ട്സ് Pro 2. നല്ല പ്രോഡക്റ്റാണ്. ഇപ്പോൾ 2 സ്പെഷ്യൽ കളറുകൾ വന്നിട്ടുണ്ട്, ഗ്രീനും അതേപോലെ തന്നെ പിങ്കും. ഏതായാലും രണ്ടിനും 3599 രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ സാധിക്കും. 3299 രൂപ വരെ ഇതിൻ്റെയൊക്കെ റേറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ ബിഗ് ബില്യൺ ഡേയ്സ് വരെ വെയിറ്റ് ചെയ്താൽ കുറച്ചുകൂടി നമുക്ക് ഇത് ലാഭമായിട്ട് മേടിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഉറപ്പായിട്ടും 3599 നല്ല ഡീലാണ്. 3999, 4199 ഒക്കെയാണ് ഇതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. ഇനി OnePlusലേക്ക് വരുവാണെങ്കിൽ OnePlus Nord Buds 3R 1999 നമുക്ക് ഇപ്പോൾ ഇത് നോർമൽ റേറ്റിൽ മേടിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ 1799. ഇതിൻ്റെ നോർമൽ റേറ്റ് കുറേ നാൾ 1699 ആയിരുന്നു. ഓഫർ സമയങ്ങളിൽ 1500 കിട്ടുമായിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് 1799 ആ ഒരു നോർമൽ റേറ്റിൽ മേടിക്കാൻ സാധിക്കും. കൂടാതെ നോട്ട് ബഡ്സ് 4 Pro 3999, 4499 സംതിങ് ആണ് ഇതിൻ്റെ നോർമൽ റേറ്റ്. അതേപോലെ തന്നെ നോട്ട് ബഡ്സ് 3 Pro 2899. ഇതൊക്കെ ആക്ച്വലി 2500 മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അതേപോലെ തന്നെ നോട്ട് ബഡ്സ് 3 1999 ഓഫർ വന്നിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ 2599 മേടിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ OnePlusൻ്റെ ബഡ്സ് 4 വില കുറഞ്ഞിട്ടില്ല, 5999 തന്നെയാണ്. ഈ സെയിം റേറ്റ് തന്നെയാണ് കുറേ നാളായിട്ട് ഇതിന് കാണാൻ സാധിക്കുന്നത് കേട്ടോ. OnePlus എന്തായാലും എടുത്തു പറയേണ്ടത് വലിയ രീതിക്ക് ഒരു ഓഫറുകളും ആക്ച്വലി ഈ ഒരു OnePlusൽ ഇല്ല എന്നുള്ളതാണ്. OnePlus Nord Buds 2R എന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാണുന്നത് OnePlus Nord Buds 2R അല്ല കേട്ടോ, കോപ്പി സാധനമാണ്. 914 914 അതേപോലെ തന്നെ 986 കാണുന്നത്. സോ ദയവ് ചെയ്ത് അതൊക്കെ വാങ്ങിച്ച് പെട്ടുപോലെ OnePlus എന്ന് ഇതേപോലെ തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം മേടിക്കുക. ചിലർ 1 എന്നിട്ടിട്ട് ജസ്റ്റ് ഒരു സ്പേസ് കൊടുത്തിട്ട് പ്ലസ് എന്ന് എഴുതും. അതും ആക്ച്വലി ഇവരുടെ OnePlusൻ്റെ അല്ല. OnePlusൻ്റെ എഴുതുമ്പോൾ എപ്പോഴും ഒരു ഓയും പിയും ക്യാപിറ്റൽ ലെറ്ററിൽ സ്പേസ് ഇല്ലാണ്ടായിരിക്കും എഴുതുന്നത്. സോ അതൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ CMFൻ്റെ പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും. CMFൻ്റെ കുറേ കോപ്പി സാധനങ്ങൾ വരുന്നുണ്ട്, 1000 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. പലരുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കിട്ടുന്നത് ലാഭമാണെന്നുള്ളത് CMF by Nothing Buds ഒക്കെ. പക്ഷേ അത് CMF by Nothing Buds അല്ല, അതിൻ്റെ കോപ്പിയാണ്. ഇനി നോയ്സിലേക്ക് വരണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ പ്രോഡക്റ്റാണ് നോയ്സ് ഔൾട്ട് ബഡ്സ്. ഇത് ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ റേറ്റിംഗ് അത്യാവശ്യം കാണുന്നുണ്ട്, 4.2 35 റേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആമസോണിലേക്ക് പോകുകയാണെങ്കിൽ ഇത് 3.3 സ്റ്റാർ റേറ്റിംഗ് സംതിങ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വീഡിയോയുടെ കമൻറ്റായിട്ട് ഇടുക. അതർവൈസ് ഇത് ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ നോയ്സിൽ കൂടുതലായിട്ട് എടുത്ത് പറയാനില്ല കേട്ടോ, കാരണം എല്ലാത്തിനും ഭയങ്കര വലിയ രീതിക്കൊന്നും ഇവിടെ നമുക്ക് ഓഫേഴ്സ് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ബേസിക് സാധനമാണ് ഈ ഒരു നോയ്സിനൊക്കെ ഉള്ളത്. ഇനി മോട്ടോയിലേക്ക് വരണമെങ്കിൽ ഇവിടെ എടുത്ത് പറയേണ്ടത് എല്ലാ പ്രോഡക്റ്റുകൾക്കും ഒരു 100 രൂപ വെച്ച് കുറഞ്ഞു എന്നല്ലാണ്ട് വലിയ ഒരു ഓഫേഴ്സും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. സോ വേണമെങ്കിൽ ഇപ്പോൾ മോട്ടോ ബേസ് മേടിക്കാം 1999, 2099 ഇതിൻ്റെ നോർമൽ റേറ്റ്. LDAC കൊടുക്കുന്നുണ്ട്, 12.4 mm ഡ്രൈവേഴ്സാണ്, 50 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, ട്രിപ്പിൾ മൈക്ക് സിസ്റ്റം ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. സോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മോട്ടോ ബഡ്സും 2000 രൂപയ്ക്കുള്ളിൽ മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ഫ്രീഡം സെയിലിൽ ഇയർബഡ്സുകളുടെ ഓഫേഴ്സ് കാണാൻ സാധിക്കുന്നത്. 1000 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഏത് പ്രോഡക്റ്റ് മേടിക്കാമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ബോട്ടിൻ്റെ ഏതെങ്കിലുമൊക്കെ മേടിക്കുക, അല്ലെങ്കിൽ ഗോ ബോൾട്ട് മേടിക്കുക. ബോട്ടിലേക്ക് വരണമെങ്കിൽ നമ്മുടെ സുപ്രീം നല്ലൊരു ഓപ്ഷനാണ്, കാരണം ഇന്നിയർ ഡിറ്റക്ഷൻ സഹിതം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുള്ളതാണ്. പിന്നെ ഹാഫ് ഇന്നിയർ ആണെങ്കിൽ ആൽഫ ഉണ്ട്, അതുപോലെ തന്നെ 131 Gen 2 ഉണ്ട്. കൂടാതെ ഗോ ബോൾട്ടിലേക്ക് വരണമെങ്കിൽ നമ്മുടെ C40 ഉണ്ട്, അതുപോലെ തന്നെ W40 കാണാൻ സാധിക്കും. ഇനി നമ്മുടെ റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ 1000 രൂപയ്ക്കില്ല, 1500 രൂപയ്ക്കേ ഉള്ളൂ. പക്ഷേ 1500 രൂപയ്ക്കുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രോഡക്റ്റിൽ ഒന്നെന്ന് പറയുന്നത് റിയൽമി ബഡ്സ് T110 ആണ്. അതിന് മാത്രമാണ് ഓഫർ ഉള്ളത്, അല്ലാണ്ട് T200 ലൈറ്റിനോ T200Xനോ ഒന്നും തന്നെ ഓഫറില്ല. സോ അത് മേടിക്കാതിരിക്കുന്നത്, അതായത് ഓഫർ എന്നുള്ള രീതിക്ക് നമ്മൾ മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതർവൈസ് നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു പ്രോഡക്റ്റ് 1500 രൂപയ്ക്ക് T200 ലൈറ്റ് മേടിക്കുക എന്നുള്ളതാണ്. കൂടാതെ 2000 രൂപയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും T310 നല്ലൊരു ഓപ്ഷനാണ്, T200 നല്ലൊരു ഓപ്ഷനാണ്. കൂടാതെ 1500 രൂപയ്ക്കുള്ളിൽ ഇപ്പോൾ അടിപൊളി ഒരു ഡീൽ എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ ബോട്ട് നിർവാണ അയോൺ തന്നെയാണ്. ഇന്നിയർ ഡിറ്റക്ഷൻ ഉണ്ട്, 120 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം ഉണ്ട്, ബേസ് ആണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്, മൈക്ക് ക്വാളിറ്റിയും കുഴപ്പമില്ലാത്തതുണ്ട്. സോ 1500 രൂപയ്ക്കുള്ളിൽ ഇപ്പോൾ കാണുന്നത് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് നമ്മുടെ നിർവാണ അയോൺ തന്നെയാണ്. കുറച്ച് പഴയ പ്രോഡക്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ നല്ല പ്രോഡക്റ്റ് ആണ്. 2000 രൂപയ്ക്കുള്ളിലേക്ക് ഉണ്ടെങ്കിൽ T310 നല്ലൊരു പ്രോഡക്റ്റാണ്, T200 നല്ലൊരു പ്രോഡക്റ്റാണ്. നിർവാണയുടെ വേണമെങ്കിൽ നിർവാണ അയോൺ ANC ഉണ്ട്, പക്ഷേ നിർവാണ അയോൺ ANCനേക്കാളും നിർവാണ അയോൺ ആണ് നല്ലത് കേട്ടോ. അത് ഞാൻ ഉദ്ദേശിച്ചത് ബോട്ടിന് വേണമെന്നുണ്ടെങ്കിലാണ്. ഇനി അതല്ല ബോട്ടിൻ്റെ വേണമെങ്കിൽ 1999 നമ്മുടെ ബോട്ട് നിർവാണ അയോൺ പ്രോ മേടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതായത് LDAC കോഡൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുള്ളത് നിർവാണ അയോൺ ANC പ്രോയിൽ. കൂടാതെ 2500 വരുവാണെങ്കിൽ ഞാൻ
എപ്പോഴും പറഞ്ഞ പോലെ തന്നെ CMOF by Nothing Buds 2 നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ റിയൽമിയുടെ ബഡ്സ് എയർ 5 നമുക്ക് 2500 കിട്ടാൻ ചാൻസ് ഉണ്ട്. പഴയ പ്രോഡക്റ്റ് ആണെങ്കിലും മൈക്ക് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ്, മ്യൂസിക് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. സോ അതും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. 3000 രൂപയ്ക്ക് നോക്കുന്നെങ്കിൽ നമ്മുടെ എയർ 7 നല്ലൊരു പ്രോഡക്റ്റാണ്. കൂടാതെ നമ്മുടെ CMOF by Nothing Buds പ്രോയും നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഫ്രീഡം സെയിലിൽ കാണാൻ സാധിക്കുന്ന ഇയർബഡ്സുകളുടെ ഓഫേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത നെക്ക് ബാൻഡ്, സ്മാർട്ട് വാച്ച്, പിന്നെ ആമസോണിലെ ഇയർബഡ്സുകളുടെ ഡീൽസ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവിടെ ഉള്ളത്. എന്തായാലും അതൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമൻറ്റ് ആയിട്ടുള്ളൂ, അത് ഞാൻ ഉടനെ അങ്ങോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൺസിഡർ ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.